അമിതമായി ഭക്ഷണം കഴിക്കുന്നവൻ, അത്യാവശ്യത്തിന് പോലും ഭക്ഷണം കഴിക്കാത്തവൻ, അമിതമായി ഉറങ്ങുന്നവൻ, അശേഷം ഉറങ്ങാത്തവൻ, ഇവരെല്ലാം ഒരു ഗണത്തിലാണ് ഭഗവത്ഗീത ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്കാർക്കും തന്നെ യോഗമില്ല. യോഗമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അർത്ഥമാക്കുന്ന ഭാഗ്യമില്ല, വിധിയില്ല എന്ന അർത്ഥത്തിലല്ല സംസാരിക്കുന്നത്. ഈ 4 കൂട്ടർക്കും യോഗമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർക്ക് ഈശ്വര സാക്ഷാത്കാരം ഇല്ല എന്നുള്ളതാണ് അർത്ഥം. ഈശ്വരനുമായുള്ള ആ യോജിപ്പിനെയാണ് യോഗം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവർക്ക് ഈശ്വര സാക്ഷാത്കാരമില്ല, ഈശ്വര സാന്നിധ്യമോ സാമീപ്യമോ അവർ അനുഭവിക്കുന്നില്ല. ശരീരത്തിനെ ആദരവോടുകൂടിയാണ് ഭഗവത്ഗീത കാണുന്നത്. ശരീരത്തിനെ ബഹുമാനിക്കണം. ശരീരം എന്ന് പറയുന്നത് ധർമ്മം ചെയ്യുവാനുള്ള ഒരു സാധനമാണ്, ഒരു ഉപകരണമാണ്, ഒരു മാധ്യമമാണ്. അപ്പോൾ അത് ആരോഗ്യത്തോടുകൂടി സംരക്ഷിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. ശാസ്ത്രത്തിന് വിരുദ്ധമായ രീതിയിൽ ഘോരമായ തപസ്സുകളൊക്കെ ചെയ്ത് ശരീരത്തിനെ ശോഷിപ്പിക്കുന്നതും പീഡിപ്പിക്കുന്നതും ഗീതയ്ക്ക് താല്പര്യമുള്ള കാര്യമല്ല. അശാസ്ത്രവിഹിതം ഘോരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശാസ്ത്രവിരുദ്ധമാണ്. നമ്മൾ പുരാണങ്ങളിൽ അങ്ങനെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഒറ്റക്കാലിൽ 10 വർഷം 12 വർഷം തപസ് ചെയ്യുക, എന്നിട്ട് ദേവതയോട് ആവശ്യമുള്ള വരം ചോദിക്കുക, അത് ലഭിക്കുക. ഇതൊക്കെ കഥകളായി നമുക്ക് അംഗീകരിക്കാം. അതേസമയം തന്നെ അങ്ങനെ ശരീരത്തെ പീഡിപ്പിക്കുന്നതിന്, ശോഷിപ്പിക്കുന്നതിന് ഭഗവത്ഗീത അംഗീകാരം കൊടുക്കുന്നില്ല. അത് തെറ്റാണെന്നുള്ള വിശ്വാസമാണ്. ശരീരത്തിനെ നമ്മൾ ബഹുമാനിക്കണം. ശരീരവും മനസ്സും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഗീത പറയുന്നു, 6-ാം അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ ഭാരത യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്തമായ ആഹാരം, യുക്തമായ വിനോദങ്ങൾ, അതുപോലെ തന്നെ യുക്തമായ ചേഷ്ടകൾ, കർമ്മങ്ങൾ, ഉറങ്ങുന്നതിനും ജാഗ്രതാവസ്ഥയിലും ചില നിയമങ്ങളൊക്കെ പാലിക്കുക. ഇങ്ങനെയുള്ള ആൾ ദുഃഖം അനുഭവിക്കുകയില്ല, സുഖം അയാളുടെ അവകാശമാണ് എന്ന് ഗീത പറയുന്നു. അപ്പോൾ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് രണ്ടിനെയും ഒരുപോലെ കണക്കാക്കുന്ന ഒരു ജീവിത തത്വശാസ്ത്രമാണ് ഭഗവത്ഗീത നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. ശരീരം പ്രധാനപ്പെട്ടതാണ്, നല്ല ഭക്ഷണവും പ്രധാനപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും അടുത്ത സമയം ചിന്തിക്കാം. നന്ദി, നമസ്കാരം.